A 500-meter long train running at a speed of 100 meters per second crossing a tunnel in 10 seconds. What is the length of the tunnel? Option 1 200 meter, option 2 500 meter, option 3 800 meter, option 4 1000 meter. 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു ടണലിലൂടെ പാസ് ചെയ്യാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ടണലിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 10 സെക്കൻഡാണ്. ഇങ്ങനെയാണെങ്കിൽ ആ ടണലിൻ്റെ നീളം എത്രയെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ടൈം, ടണൽ ക്രോസ് ചെയ്ത സമയം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടണലിൻ്റെ നീളം, അതായത് ട്രെയിൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ്. നമ്മൾ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ട്രെയിനിൻ്റെ നീളമായ 500 പ്ലസ് ടണലിൻ്റെ ഡിസ്റ്റൻസ്, ഇത് രണ്ടും കൂടിയാണ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, നമുക്കൊന്നുകൂടി എഴുതി വെക്കാം. ഇവിടെ സ്പീഡിൻ്റെ സ്ഥലത്ത് ഞാൻ 100 മീറ്റർ പെർ സെക്കൻഡ് ഡിസ്റ്റൻസ്, ട്രെയിനിൻ്റെ നീളം പ്ലസ് ടണലിൻ്റെ നീളം. ടണലിനാണ് അവിടെ എക്സ് നൽകുന്നത് ബൈ ടൈം, പാസ് ചെയ്യാനെടുത്ത ടൈം 10 സെക്കൻഡ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താവും? ഇതങ്ങോട്ട് കൊണ്ടുവരും. 10 × 100 is equal to 500 plus x. ഓക്കെ, അപ്പം 1000 is equal to 500 plus x. 1000 മൈനസ് 500 is equal to x എന്ന് കിട്ടും. ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, 500 is equal to x. അതായത് ടണലിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടും? 500 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും.